നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലാണ് ഭരണകൂടമെന്ന് ഒരു പൊതുമേഖലാ ബാങ്കിന് തോന്നിയാൽ, നിയമത്തെയല്ല യജമാനനെയാണ് അനുസരിക്കേണ്ടതെന്ന് തോന്നലുണ്ടായാൽ പരമോന്നത കോടതിയിൽ വരെ ധാർഷ്ട്യത്തോടെ പെരുമാറാനാകും. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ ഹാജരാകുന്നതെന്ന് ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയോട് സുപ്രീം കോടതി ചോദിച്ചു പോയത് ഈ ധാർഷ്ട്യം കണ്ടിട്ടാണ്. കളങ്കിത വ്യക്തികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും വാങ്ങിയ പണച്ചാക്കുകളുടെ ബലത്തിൽ ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാമെന്നും സംസ്ഥാന ഭരണങ്ങളെ അട്ടിമറിക്കാമെന്നും കണ്ടെത്തിയ മോദി ഷാ കൂട്ടുകെട്ടിനൊപ്പം പ്രതിസ്ഥാനത്താണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI. ഭരണകൂടത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താളം തുള്ളിയ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനവും ചോദ്യമുനയിലാണ്. ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട കള്ളക്കളികളെക്കുറിച്ചാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി, BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, മാധ്യമപ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായ ജോർജ് ജോസഫ് എന്നിവരാണ്. ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രീ അഡ്വക്കേറ്റ് P കൃഷ്ണദാസിനോടാണ്. നമ്മൾ ഈ ബാങ്കുകളിൽ SBI പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ സാധാരണക്കാർ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്ന ചില പരിപാടികളുണ്ട്. ലോൺ തരില്ല, തന്നു കഴിഞ്ഞാൽ ആ പേപ്പർ ശരിയാൽ ഈ പേപ്പർ ശരിയാൽ, അങ്ങനെ ചില ന്യായങ്ങളുണ്ട്. സമാനമായ രീതിയിലുള്ള അതേ ലാഘവത്തോടു കൂടിയാണ് പരമോന്നത കോടതിയിൽ SBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പെരുമാറിയത്, SBI പെരുമാറിയത്. ഒരുപക്ഷെ അതേ ലാഘവത്തോടെയല്ല, അതിനേക്കാളേറെ പരിഹാസ്യത്തോടെ, അതിനേക്കാൾ ധാർഷ്ട്യത്തോടെയാണ് SBI പെരുമാറിയത്. ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി അന്ത്യശാസന നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ചക്കകം വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 26 ദിവസം നിങ്ങൾക്ക് സമയം തന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് സുപ്രീം കോടതി ചോദിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം കൊണ്ട് എടുക്കാവുന്ന വിവരങ്ങളാണ് ജൂൺ 30 വരെ സമയം ചോദിച്ചുകൊണ്ട് SBI സുപ്രീം കോടതിയിൽ സമയം നീട്ടി ചോദിച്ചത്. SBI ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? സുപ്രീം കോടതി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് രാജ്യത്തെ ഓരോ പൗരനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ P കൃഷ്ണദാസ്, എന്തിനാണ് SBIക്ക് ഈ ധാർഷ്ട്യം? വിവരങ്ങൾ നൽകാൻ എന്തിനാണ് SBI ഇത്ര മടിക്കുന്നത്? അല്ല, അങ്ങനെ മടിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസിൽ SBIയോട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും നൽകണം എന്നാവശ്യപ്പെട്ടു. അതിനൊരു സമയക്ലിപ്തം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന് SBI അതിന്റെ വിവരങ്ങൾ കൈമാറി. വീണ്ടും അതിന്റെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, സീൽ വെച്ച കവറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അതിന്റെ വിവരങ്ങൾ കൈമാറി, അതല്ലെങ്കിൽ രേഖകൾ കൈമാറി. അത് വീണ്ടും അതിന്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന, താങ്കൾ പറഞ്ഞത് മടി കാട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർച്ച് 6-ാം തീയതിക്കകം വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞു. മാർച്ച് 6-ാം തീയതിക്കകം വിവരം നൽകാത്ത സാഹചര്യത്തിൽ CPIM അടക്കമുള്ള CPIM കോടതിയിലേക്ക് ചെല്ലുകയാണ്. കോടതിയലക്ഷ്യ ഹർജിയാണ്. കോടതി പറഞ്ഞ വിവരങ്ങൾ നൽകുന്നില്ല. വീണ്ടും കോടതിയിലെത്തുമ്പോൾ SBI പറയുകയാണ് ജൂൺ 30 വരെ സമയം തരണം, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കോടതി വടിയെടുത്തു, നാളേക്കകം വിവരങ്ങൾ നൽകണം. പിറ്റേന്ന് ഇലക്ഷൻ കമ്മീഷന് വിവരങ്ങൾ നൽകുന്നു, ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇത് മടിയല്ല എന്നല്ലാതെ എങ്ങനെ പറയാൻ കഴിയും? മടി എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിച്ച വാക്കാണ്. മടിയല്ല, ഇത് ധാർഷ്ട്യമാണ്. യജമാനൻ പിന്നിലുണ്ട്, അതുകൊണ്ട് പരമോന്നത കോടതി പറഞ്ഞാലും ഞങ്ങൾക്കിങ്ങനെ കഴിയൂ എന്ന് പറയുന്ന ധാർഷ്ട്യം. നമ്മുടെ രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികൾ പലപ്പോഴും പല വിഷയങ്ങളിലും സമയബന്ധിതമായി ഇന്ന കാര്യം ചെയ്യണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം പല ഉത്തരവുകളിലും ഉണ്ടാവാറുണ്ട്. അതെല്ലാം നടപ്പാക്കാറും ഉണ്ട്. ഇവിടെ കോടതി ഒരു ദിവസം സമയം അനുവദിച്ചു. ആ സമയത്തിനുള്ളിൽ തന്നെ SBI, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, അത് കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, കോടതിയും ഇലക്ഷൻ കമ്മീഷനും SBIയും ഒക്കെ തമ്മിൽ നടക്കുന്ന അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കൈമാറ്റങ്ങളാണ്. ആ വിവരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ SBI ഇലക്ഷൻ കമ്മീഷന് കൈമാറി, ഇലക്ഷൻ കമ്മീഷൻ അത് കോടതിക്ക് കൈമാറി. അതിൽ പൂർണ്ണ വിവരങ്ങൾ ഇല്ലെങ്കിൽ വീണ്ടും കോടതി ആവശ്യപ്പെടും. സ്വാഭാവികമാണ്, ആ പൂർണ്ണ വിവരങ്ങൾ നൽകണം, അതിന്റെ സ്പെസിഫിക് ഡാറ്റാസ് നൽകണം എന്നുള്ളത് ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രത്യേകമായി നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കോടതിയിൽ. അതിന് കോടതി വീണ്ടും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് പറഞ്ഞു. SBI ഇത് കൊടുക്കാൻ റെഡിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുള്ള സമയത്തിനനുസരിച്ച് SBI അത് കൊടുക്കും. അല്ല, പിന്നെ എന്നിട്ട് കോടതിക്കകത്ത് കൃഷ്ണദാസ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച കോടതികളിൽ ഹരീഷ് കേസുകൾ സാൽവേഡ് നടക്കുമ്പോൾ എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഹരീഷ് പല സാൽവേഡ് ചോദിച്ച ചോദ്യം, വാചകങ്ങൾ നിങ്ങൾ പറയുകയും ഏതെങ്കിലും പല രാഷ്ട്രീയ പാർട്ടിക്ക് വാക്കുകളും വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുകയും വരുന്നത്? അതല്ലെങ്കിൽ കമന്റുകൾ പറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിഭാഷകരും അതുപോലെ തന്നെ കോടതിയും അതുപോലെ തന്നെ അതിലെ കക്ഷികളായിട്ടുള്ള ആളുകളും തമ്മിൽ നടക്കുന്ന ഒരു വിവര കൈമാറ്റങ്ങൾ മാത്രമാണ്. അല്ല, എത്ര അതിനെ എത്ര ഏതെങ്കിലും തരത്തിൽ ലാഘവത്തോടു കൂടിയാണ് ഒരു താങ്കൾ ഈ കാര്യത്തിൽ ഉത്തരവായോ പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ ശ്രീ കൃഷ്ണദാസ്, 2019 ഏപ്രിൽ 12 എന്ന് പറയുന്ന തീയതിയുണ്ട്. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് നിങ്ങൾ പിന്നീട് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ട രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യസഭ MP, അന്നത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം പറഞ്ഞു, ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെ പണം തന്നു, എങ്ങനെ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് 2019 ശ്രദ്ധിക്കണം. 2019 ശേഷം 2024 വരെ എന്തെടുത്തു എന്ന് മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം, SBIക്ക് വിവരങ്ങൾ നൽകാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവരങ്ങൾ നൽകാം. അതൊന്നും ചെയ്തില്ല. 2019 മുതൽ 2024 വരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറയും. താങ്കൾ പറയുന്ന ഈ വാദപ്രതിവാദങ്ങളും അത് പറയുന്ന സമയത്ത് കൊടുത്തു, അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. ശ്രീ കൃഷ്ണദാസ്, ഏതായാലും താങ്കളിലേക്ക് വരെ ഇപ്പോൾ CPM നേതാവ് കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങ് ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ അതിന്റെ വിവരം കൂടി പറയട്ടെ. നമ്മുടെ കോടതികളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അഴിമതി കേസ് 38 തവണയിലധികമാണല്ലോ അത് മാറ്റിവെച്ചിട്ടുള്ളത്. എത്ര കൊല്ലമായി ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്? അപ്പൊ അതിനെന്തെങ്കിലും സാങ്കത്യമുണ്ടോ? അല്ല കൃഷ്ണദാസ്, ഇത് ഒരു നിയമ ഭേദഗതി സുപ്രീം കോടതി റദ്ദാക്കി. ഒരു നിയമ ഭേദഗതി സുപ്രീം കോടതി റദ്ദാക്കിയിട്ട് പറയുന്നു മാർച്ച് 6 വിവരങ്ങൾ കൊണ്ടുവരാൻ പറയുമ്പോൾ SBI എടുത്ത നിലപാട് കണ്ടതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ താമസിപ്പിക്കുന്നതും രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. താങ്കൾ തുടരുക. ഇപ്പോൾ CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിലവിൽ നമ്മൾ കണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത കോടതി SBI എന്ന് പറയുന്ന പൊതുമേഖലാ ബാങ്കിനോട് വിവരങ്ങൾ നൽകണമെന്ന് പറയുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യം ഭരിക്കുന്ന പാർട്ടി 7000 കോടി രൂപ, ഒന്നാം സ്ഥാനത്ത് BJP, രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ്, മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ്, ഈ പാർട്ടികളൊക്കെ വാങ്ങിയ പണം അത് സുതാര്യമായിരിക്കണം, രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഈ നിയമം റദ്ദു ചെയ്യുന്നു എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതിനും അപ്പുറമാണ് ഇവിടെ SBIയും, അതിന് അപ്പുറമാണ് ഇലക്ഷൻ കമ്മീഷൻ, അതിനപ്പുറമാണ് രാജ്യത്തെ ഭരണകൂടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് 3 പേർ ഒരേ സമയം കുറ്റക്കാരാണ് ഇവിടെ. ഒന്ന് രാജ്യം ഭരിക്കുന്ന ഈ ഭരണകൂടം, രണ്ടാമത് SBI എന്ന് പറയുന്ന പൊതുമേഖലാ ബാങ്ക്, മൂന്നാമത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം. ഇത് അങ്ങനെ ലാഘവത്തോടു കൂടി P. കൃഷ്ണദാസ് പറഞ്ഞതുപോലെ അങ്ങനെ ലാഘവത്തോട് കളയാൻ കഴിയുന്ന വിഷയമാണിത്. നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഫാസിസ്റ്റ് അധികാര സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ശ്രീമാൻ നരേന്ദ്രമോദി ഇസ്രയേലിലെ നെതന്യാഹുവിന് സമാനമായ വംശീയതയെ പ്രത്യയശാസ്ത്രമാക്കി ഈ രാജ്യത്ത് മതരാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. ആ മതരാഷ്ട്രവാദത്തിന് ആവശ്യമായ രീതിയിൽ കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളെ സേവിക്കുകയും കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെയെല്ലാം അട്ടിമറിക്കുകയും ചെയ്ത മോഡിയുടെ 10 വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം കോടതിയോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി വരുന്ന ഇലക്ഷൻ കമ്മീഷനോ ഏത് ജനാധിപത്യ സ്ഥാപനമായാലും ഏത് ഭരണഘടനാ സ്ഥാപനമായാലും അതിനെയെല്ലാം ധിക്കരിക്കുകയോ ദുർബലപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഇവിടെ നമ്മളെന്താണ് കാണുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംവിധാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി റദ്ദ് ചെയ്തത്. അത് റദ്ദ് ചെയ്തുകൊണ്ടാണ് മാർച്ച് 4 SBI തങ്ങൾ ഇഷ്യൂ ചെയ്ത ബോണ്ടിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ദിവസമാകുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ രാജിവെച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അണിയറക്കഥകൾ എന്താണ്? ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? SBI കോടതി നിശ്ചിതമായ നിലപാടെടുത്തു. ഒരു ദിവസം ഒറ്റ പ്രവൃത്തി ദിവസം കൊടുത്തു. ആ പ്രവൃത്തി ദിവസം അവസാനിക്കുന്ന 5 മണിക്ക് മുമ്പ് സമ്പൂർണ്ണമായ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. കോർപ്പറേറ്റുകളും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ BJPയും തമ്മിലുള്ള അവിഹിതമായ പണമിടപാടിൻ്റെ, അധാർമികമായ പണമിടപാടിൻ്റെ അനവധി നിഗൂഢതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിരിക്കുന്നത്. അത് പുറത്തു വരാതിരിക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അത് പുറത്തു വരാതിരിക്കാനാണ് വിവരങ്ങൾ നൽകുന്നത്. ജൂൺ 30 വരെ നീട്ടിത്തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് SBI കോടതിയെ സമീപിച്ചത്. അതാണ് കോടതി തള്ളിക്കളഞ്ഞത്.
കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന ജുഡീഷ്യലായ ശക്തമായ നിലപാടുകൾ മോഡി സർക്കാരിന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഈ SBIക്ക് വേണ്ടി ഹാജരായ വളരെ സീനിയറായ വളരെ പരിണിതപ്രജ്ഞനായ അഭിഭാഷകനാണ് ഹരീഷ് ഹാൽവേ. ഹരീഷ് ഹാൽവേയോട് ചോദിച്ചത്, നിങ്ങൾ SBIക്ക് വേണ്ടിയാണോ അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ സമീപിക്കുന്നത്? SBI ഒരു പൊതുമേഖലാ ബാങ്കാണ്. SBIയുടെ ഇന്നത്തെ രീതിയിലുള്ള രൂപീകരണം എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള മർജറിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ലയനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഒരു ബാങ്കാണ്. ആ പൊതുമേഖലാ ബാങ്കുകൾ വഴി ഇഷ്യൂ ചെയ്യപ്പെട്ട ബോണ്ടുകൾ, ആ ബോണ്ടുകൾ നൽകിയ ആളുകൾ ആരൊക്കെയാണ് ബോണ്ടുകൾ വാങ്ങിച്ച ആളുകൾ, ഈ വിവരങ്ങൾ വളരെ 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 പ്രധാനമാണ്. കാരണം ഈ രാജ്യത്തെ ഭരണകൂടം അവിഹിതമായ കേന്ദ്രങ്ങളിൽ നിന്ന്, അധാർമികമായ പണകേന്ദ്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഫണ്ട് പറ്റിയത്, ആ ഫണ്ട് അവർ നൽകാൻ എന്താണ് കാരണം, അതിന് പിറകിലുള്ള ഇടപാടുകൾ എന്താണ്, രാഷ്ട്രസമ്പത്തും വിഭവങ്ങളൊക്കെ കൈയടക്കുന്നതിൽ ഇത്തരം കോർപ്പറേറ്റുകൾക്കൊക്കെ അവർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായ ഈ കാസിനോ ക്യാപിറ്റലിസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് അധോലോക ക്രിമിനൽ പണക്കാർ BJPക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതിന് ED അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ഒരു അണ്ടർവേൾഡ് പാർട്ടിയുടെ വംശീയതയെ പ്രത്യയശാസ്ത്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അണ്ടർവേൾഡ് പാർട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് വരാനിരിക്കുന്നത്. അങ്ങനെ പുറത്തു വരാതിരിക്കാനാണ് അവർ കോടതിയെപ്പോലും ധിക്കരിച്ചുകൊണ്ട്, കാരണം ഒരു അധോലോക സംഘത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, നിയമമനുസരിച്ച് നിയമത്തിൻ്റെ വഴികളിലൂടെ അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ അതിനനുസരിച്ച് സഞ്ചരിക്കുന്നതിന് പകരം SBI എന്താ ചെയ്യുന്നത്? കോടതിയെ തന്നെ ധിക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. കോടതിയെ ധിക്കരിക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ സ്വഭാവമാണ്. ഇപ്പോൾ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് വിവാദപരമായി, ഇസ്രായേലിലെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വിവാദപരമായ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന് സമാനമായ രീതിയിലാണ് മിസ്റ്റർ നരേന്ദ്രമോദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യമത്തപ്പെട്ട ഫാസിസ്റ്റ് അധികാര സ്വഭാവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവണതയാണ്. ഒരു ജനാധിപത്യ സമൂഹം സുതാര്യമായിരിക്കണം എന്നുള്ളത്, തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായിരിക്കണം എന്നുള്ളത്, ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണം എന്നുള്ളത്, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ശേഖരണം സുതാര്യമായിരിക്കുന്നത്, ഇതിനെയെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവിഹിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ പണം ശേഖരിച്ച് ആ പണം ഉപയോഗിച്ച് ഓപ്പറേഷൻ ലോട്ടസ് പോലെയുള്ള ഇടപാടുകൾ വഴി പ്രതിപക്ഷ പാർട്ടികളെപ്പോലും വിലക്ക് വാങ്ങി ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വളരെ സ്വാഭാവികമായ സാധാരണമായ പ്രവർത്തനങ്ങൾ പോലും അനുവദിക്കാത്ത ഒരു പണാധിപത്യത്തിലേക്ക്, ആ പണാധിപത്യം വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള അപകടകരമായ ഒരു അധികാര പ്രയോഗമാണ്. ആ അധികാര പ്രയോഗത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവഗതികൾ കാണിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി SBIക്ക് വേണ്ടി ഹാജരായ വക്കീലിനോട് താങ്കൾ ഏത് രാഷ്ട്രീയ വേണ്ടിയാണ് ഹാജരാകുന്നത് എന്ന ചോദ്യം. കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം പറ്റിയവരിൽ രാജ്യത്തെ പ്രമുഖ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഈ വിഷയമുണ്ടായി കോടതിയിലടക്കം വലിയ വിമർശനങ്ങൾ വരുന്നു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പണം പറ്റിയത് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവർ, ഒപ്പം തന്നെ മറ്റ് മേഘ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്, ഒപ്പം BJPയുടെ MP, രാജ്യസഭ MP ആയ ആൾ, അങ്ങനെ കളങ്കിത വ്യക്തികൾ 22ലും 23ലും രൂപീകരിച്ച കമ്പനികളടക്കം അവരുടെ മൂല്യത്തെക്കാൾ വലിയ തരത്തിൽ പണം മുടക്കി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. ഈ പണമെല്ലാം വാങ്ങിയതിൽ കോൺഗ്രസും പങ്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസമോ ഈ ഏതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രസ്താവനയും, ഇലക്ട്രൽ ബോണ്ടിലെ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് ഒരു പ്രസ്താവനയും, ഗൗരവമുള്ള ഒരു പ്രസ്താവനയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി നമ്മോടൊപ്പം ചെയ്തു. റോണി കെ ബേബി, കോൺഗ്രസിനൊന്നും പറയാനില്ലേ ഈ BJP നടത്തുന്ന ഇത്തരത്തിലുള്ള പണാധിപത്യത്തിന്മേലുള്ള ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ? ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കളങ്കിത വ്യക്തികളിൽ നിന്ന്, കളങ്കിത സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന, നിങ്ങൾ പണം പറ്റുന്ന, അതിൻ്റെ പങ്ക് പറ്റുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് മൗനം പാലിക്കേണ്ടി വരുന്നത്? റോണി കെ ബേബി. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇന്ന് രാജ്യം മുഴുവൻ നടത്തുന്ന പോരാട്ടം ആർക്കെതിരെയാണ്? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ. ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് വന്നത് മുഴുവൻ ആരുടെ പണമാണ്? ഈ വൻകിട കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടും. ഞാൻ കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപേ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന് ചില കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് എന്ന് പറയാൻ വേണ്ടി നിൽക്കട്ടെ, ഒരേ ഒരു കോർപ്പറേറ്റ് ഗൗതം അദാനി. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഇന്ന് രാജ്യത്തിന്റെ പൊതുമേഖലാ ബാങ്ക് ഒന്നുമില്ല, അത് അദാനിയുടെ സ്വന്തം ബാങ്കാണ്. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചില കണക്കുകൾ പരിശോധിച്ച് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദാനിക്ക് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറ്റിവെച്ച തുക എത്രയാണെന്ന് അറിയുമോ? 27 ബില്യൺ ഇന്ത്യൻ രൂപയിലേക്ക്. 27 ബില്യൺ.
ഈ ഓവർസീസ് പ്രോജക്റ്റ് അദാനിയുടെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രോജക്റ്റുകളിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത് 200 മില്യൺ. ഈ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പ്രോജക്റ്റുകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ഗംഗ എക്സ്പ്രസ് വേ പ്രോജക്റ്റ്, അതിനുവേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ലോൺ 11,000 കോടി. അതുപോലെ മുന്ദ്രയിൽ 34,000 കോടി. എന്തിനു വേണ്ടി അറിയാം? പോളി വൈനിൽ ക്ലോറൈഡ് PVC പ്രോജക്റ്റ്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെ ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുക മറ്റു ബാങ്കുകളുമായിട്ട്. എന്തിനാ? അദാനിക്ക് വേണ്ടി 34,000 കോടി. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ അവരുടെ സമ്പാദ്യം മുഴുവൻ, അവരുടെ വരുമാനം മുഴുവൻ ആർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്നറിയോ? ഈ പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഏക വ്യക്തിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ 10 വർഷം മോദി ഭരണത്തിലുള്ള റോണി കെ ബേബി അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ കോർപ്പറേറ്റുകളും മോദി സർക്കാർ തമ്മിലുള്ള ബന്ധം, SBI അടക്കമുള്ള ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതും നമുക്കറിയാം. നമ്മുടെ മുന്നിൽ വിജയ് മല്യയുണ്ട്, നിരവധി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പണം പറ്റിച്ചുകൊണ്ട് പോകുന്ന നിരവധി പേരുണ്ട്, നീരവ് മോഡി അടക്കമുള്ള. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ കൂടി ചോദ്യമുനയിലാണ്, നിങ്ങളുടെ പാർട്ടി ചോദ്യമുനയിലാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? നിങ്ങൾ ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ നിരവധി കമ്പനികൾ കയറിയിറങ്ങും, ED ഭീഷണിപ്പെടുത്തിയതിൻ്റെ പിന്നാലെ പണം കൊണ്ട് വരുമ്പോൾ അത് വാങ്ങിയത് നിങ്ങൾക്ക് കുറ്റബോധമില്ലേ? നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം DMK അടക്കമുള്ള പാർട്ടികൾ അവർക്ക് ആരാണ് പണം തന്നതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾക്ക് നീതിയുടെ മുന്നിൽ ഒപ്പം തന്നെ രാഷ്ട്രീയ നൈതികതയുടെ പേരിൽ നിങ്ങൾക്ക് ആ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ആകരുതെന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. എന്താണ് നിങ്ങൾ ഒളിച്ചു വെക്കുന്നത്? എന്തിന് നിങ്ങൾ മറയ്ക്കുന്നു കോൺഗ്രസ്? ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് എന്നെ ഉത്തരത്തിലേക്ക് വരാം. 2017-18 ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ആരൊക്കെയാ? ഒന്ന് നമുക്കറിയാൻ പറ്റും, ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGO. രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ പേര് തന്നെ പറയാം. കോൺഗ്രസിന് വേണ്ടി കേസ് കൊടുത്ത ആളുടെ പേര് ജയ താക്കൂർ. മധ്യപ്രദേശിലെ വനിതാ കോൺഗ്രസിന് ഞങ്ങളുടെ ലീഗലായ വിഷയങ്ങൾ മുഴുവൻ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിൽ ഉൾപ്പെടെ അവർ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ജയ താക്കൂർ, അങ്ങ് ദയവായി പരിശോധിക്കുക. ഞാൻ പറയുന്ന പേര് റെഫറൻസ് അങ്ങ് തന്നെ പരിശോധിക്കുക. ഇവിടെ ശ്രീ റോണി കെ ബേബി, ഇവിടെ ഈ വിഷയമുണ്ടായി. മാർച്ച് 6-നകം വിവരം നൽകിയില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. അങ്ങനെ ഒരു പാർട്ടി പോയത് കൊണ്ട് മാത്രമാണ് ഇവിടെ കോടതിയലക്ഷ്യ ഹർജി വരുമെന്ന് സുപ്രീം കോടതി വീണ്ടും വിഷയം എടുക്കുകയും വളരെ അന്ത്യശാസനം നൽകി വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അവിടെ കോൺഗ്രസ് എന്ത് മൗനമാണ് പുലർത്തിയത്? താങ്കൾ ഈ ജയ ഠാക്കൂറിന്റെ പേര് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ താങ്കളുടെ പാർട്ടി പുലർത്തിയ മൗനവും എല്ലാം ഇവിടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ റോണി കെ ബാബി, ഒരിക്കലുമല്ല. ഈ കേസിലെ വിധി വന്നതെന്നാ ഫെബ്രുവരി 15-ാം തീയതിയാ. ആ വിധിയിൽ ഞാൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ 3 കക്ഷികളുടെ കാര്യം. അതിൻ്റെ അകത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ട്. പിന്നീട് ശരിയാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് CPM ഫയൽ ചെയ്തു. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ആ NGO ഫയൽ ചെയ്തു. ഞങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തില്ല എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ആധാരമായിട്ടുള്ള കോടതി ജഡ്ജ്മെന്റ് അതിൻ്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കക്ഷിയാണ്. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം അന്ന് മുതൽ ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട്, ഞങ്ങൾ ഒരു വ്യവസായി വന്ന് കോൺഗ്രസിന് സംഭാവന നൽകാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഇത് രാജ്യം അന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഇലക്ട്രൽ ഇത്ര സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്ന താങ്കളുടെ പ്രസ്ഥാനത്തിന് എന്താണ്, ആരാണ് പണം നൽകിയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് രാഷ്ട്രീയ നൈതികതയില്ലേ? നിങ്ങൾ നിയമത്തിന്റെ പ്രശ്നം ഇടൂ. ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സാങ്കേതികമായി നിയമപരമായി ഞങ്ങൾക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസിനും അതേ നിലപാട് തന്നെയാണ് ഉള്ളത്. നിങ്ങളും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതേക്കാൾ തിങ്കളാഴ്ച കൃത്യമായി, വ്യാഴാഴ്ച വരുമല്ലോ കൃത്യമായ വിവരങ്ങൾ. ഏതൊക്കെ പാർട്ടികൾക്കാണ് ഒരു കാര്യം കൃത്യമായി പറയാം. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പണം സ്വീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമൊന്നും കോൺഗ്രസിനില്ല. പിന്നെ CPM സാന്റിയാഗോ മാർട്ടിൻ അല്ല, അത് എനിക്ക് മനസ്സിലായി, എങ്ങോട്ട് പോകുന്നു മനസ്സിലായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം വരുമ്പോൾ ഏകദേശം 20,000 കോടിയുടെ ഇടപാടാണ് ഇലക്ട്രൽ ബോണ്ടുമായി. അത് പറയുമ്പോൾ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും പറയുന്നു ഉടനെ സാന്റിയാഗോ മാർട്ടിൻ. ദേശാഭിമാനി പണ്ട് 2 കോടി മേടിച്ച കാര്യം, ദേശാഭിമാനി 2 കോടി മേടിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ 2 കോടിയുമായി ബന്ധപ്പെട്ട് അതൊരു കരാറിൻ്റെ പേരിൽ മേടിച്ചതാണെന്നും അത് തിരികെ കൊടുത്തതാണെന്നും ഒക്കെ കൃത്യമായി അറിയാം. നിങ്ങളെങ്ങനെയാണ് ഈ 20,000 കോടിയുടെ സാന്റിയാഗോ മാർട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടെ പൊട്ടിമുളച്ച കമ്പനികളിൽ നിന്നും പണം മേടിച്ചിട്ട് അതിനെ ഉടനെ കൊണ്ട് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ദേശാഭിമാനിയിലെ കൊണ്ട് കെട്ടുന്നത്? ഇത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ശ്രീ റോണി കെ ബേബി. അതെന്തായാലും മറുപടി പറയേണ്ടത് KT കുഞ്ഞിക്കാരനാണ്. ഏതായാലും പക്ഷേ അതിനു മുമ്പ് ശ്രീ മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചെന്നു. ശ്രീ ജോർജ് ജോസഫ്, വളരെ രസകരമായ ചില കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. താങ്കളുടെ മുന്നിലേക്ക് ഞാൻ ഒന്നുകൂടി ആ കണക്കുകൾ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്.
അതായത് ഇതുമായി ബന്ധപ്പെട്ട് കണക്ക് ചില കമ്പനികൾ എങ്ങനെയാണ് ഇവർ ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരുന്ന എന്നുള്ള ഒരു കണക്കുകളാണ് കൊണ്ടുവരുന്നത്. അതൊന്ന് വായിക്കാം, താങ്കളൊന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രൽ ബോണ്ട് യശോദ ഹോസ്പിറ്റൽസ് 26/10/2020 ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു. ഏപ്രിൽ 2021 മുതൽ ഒക്ടോബർ 2023 വരെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. ആപ്കോ ഇൻഫ്ര 10/1/2022 ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. 24/1/2022 ബോംബെ സീലിംഗ് 9,000 കോടിയുടെ കോൺട്രാക്റ്റ് കിട്ടുന്നു. കലപറ്റാരു പ്രോജക്ട്സ് 4/8/2023 ഇൻകം ടാക്സ് റെയ്ഡ് 10/10/2023 ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ഇതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം. വലിയ ആരോപണങ്ങൾ ഉയരുകയാണ്. ഇവിടുത്തെ ED എന്ന് പറയുന്നത് ഇലക്ഷൻ ഡയറക്ടറേറ്റ് ആണ്. ഇവിടെ ഗുണ്ടാപിരിവ് നടത്തുന്ന പ്രസ്ഥാനമാണ് ED. ഇൻകം ടാക്സ് എന്ന ആരോപണം വളരെ നാളുകൾക്ക് മുമ്പ് കൊണ്ടുതാനും. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണെന്ന് പറയുന്നത്? കോടതി എടുത്ത നിലപാടല്ലേ കറക്റ്റ്? ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെയാണ് പണം മേടിച്ചത്, ഇങ്ങനെ നാട്ടുകാരെ വിരട്ടി, കമ്പനികളെ വിരട്ടി, കോർപ്പറേറ്റുകളെ വിരട്ടി, കള്ളപ്പണക്കാരെ വിരട്ടി, കളങ്കിതരെ വിരട്ടി പണം വാങ്ങി പരിപാടി അവസാനിപ്പിച്ചോണോ എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ പൗരത്വ നിയമ വിഷയമായി ഇവർ എത്തുകയും ചെയ്തത്. എങ്ങനെ കാണാൻ കഴിയുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങലും ഈ പറഞ്ഞ ഈ കണക്കുകളും കാര്യങ്ങളും പറയുമ്പോൾ? ഈ ശ്രീ ജോർജ് ജോസഫ്. അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി, അത് ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ കമ്പനികളുടെ കാര്യത്തിൽ അവർക്ക് 2 ദിവസം മുമ്പ് അവരുടെ ഓഫീസിൽ ഇൻകം ടാക്സിൻ്റെയോ EDയുടെയോ റെയ്ഡ് നടക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവർ ഇത് വാങ്ങുന്നു. ചിലർക്ക് ഇത് കൊടുത്തതിന് ശേഷം വലിയ കരാറുകൾ കിട്ടുന്നു. ഇതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ട 1-2 കാര്യങ്ങൾ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 2022-ലും 2023-ലും ഒക്കെ രൂപീകരിച്ചിട്ടുള്ള വളരെ ചെറിയ ചെറിയ കമ്പനികൾ പോലും അവരുടെ മൊത്തം മൂല്യത്തേക്കാൾ ഉയർന്ന തുക 5-10 കോടി അല്ലെങ്കിൽ 20 കോടി രൂപയുടെയൊക്കെ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഉദ്ദേശം എന്താണ്? ഗവൺമെൻറ്റിന് ഒരു പാർട്ടിക്ക് സംഭാവന കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വാസ്തവത്തിൽ അതിൻ്റെ മറവിലൂടെ നടന്നിരിക്കുന്നത് വലിയ തോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ്. അങ്ങനെ കള്ളപ്പണം വളരെയധികം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രൂപത്തിലേക്ക് വന്നുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് സ്വീകാര്യമായ നിയമവിധേയമായിട്ടുള്ള പണമായി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ അടക്കം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ നോട്ട് നിരോധിച്ചടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ നീക്കം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സർവ്വവിധമായ ക്രെഡിബിലിറ്റി നശിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതൊരു പ്രൊഫഷണൽ ബാങ്കാണ്. ലോകത്തെ ബാങ്കുകളുടെ കൂട്ടത്തിൽ 26ാമത്തെ റാങ്കിങ് ഉള്ളൊരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ അദാനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ അദാനിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൻ്റെ MD ആയിരുന്ന അരുന്ധതി ഭട്ടാചാര്യ എന്ന് പറയുന്ന ലേഡി, അവരിന്ന് വളരെ ഉന്നതമായ ചില സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവരോട് ഫോണിലൂടെ പോലും പറഞ്ഞ് പണം കൈമാറ്റം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സിജു മനസ്സിലാക്കേണ്ടത്, ഈ SBI ചോദിച്ചിട്ടുള്ള ആ സാവകാശം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് ജൂൺ 4-ാം തീയതിയാണ്. അവർ ചോദിച്ചിരിക്കുന്ന ടൈം നമ്മൾ അതിശയപ്പെടുത്തും. ജൂൺ 30 വരെ ഞങ്ങൾക്ക് സമയം വേണം. അതായത് ജൂൺ 4-ാം തീയതി ഇലക്ഷൻ്റെ വോട്ടെണ്ണി കഴിയുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് നിർലജ്ജം ഒരു പ്രൊഫഷണൽ ബാങ്കിങ് സ്ഥാപനം, ഒരു ബാങ്കിങ് സ്ഥാപനം എന്ന് പറയുന്നത് പണമിടപാട് സ്ഥാപനമാണ്. അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്ത് അന്ന് തന്നെ ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഉടൻ തന്നെ ഇത്
നൽകണം എന്ന് പറഞ്ഞ ദിവസം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ 2% ഇടിഞ്ഞു പോയ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. ലോകം ഇത് ഉറ്റുനോക്കുകയാണ്. ഒരു ബാങ്കിങ് സ്ഥാപനമാണ് ഇത്തരത്തിൽ. അത് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് പാരമ്പര്യമുള്ള ബാങ്ക് ആണ് ഈ കാര്യം പറഞ്ഞ്. അവർക്ക് ഒരു കാരണവശാലും അവരൊരു ലീഗൽ എൻറ്റിറ്റി അല്ല, ഇന്ത്യൻ ഭരണഘടനാപരമായൊരു സ്ഥാപനമല്ല. അവർക്ക് ഒരു കാരണവശാലും അതിനെ സമയം ചോദിക്കാനുള്ള യാതൊരു റൈറ്റുമില്ല, ഒരു അവകാശവും അവർക്കില്ല. ഒരു കാര്യം ഇനി അവർ പറയുന്നു, സാങ്കേതിക ന്യായങ്ങൾ പലതും പറയാറുണ്ട്. കാരണം അത് കൺസോൾഡേറ്റ് ചെയ്യണം. അവിടെയാണ് നമുക്ക് ചിരി വരുന്ന കാര്യം. കാരണം ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ അക്കൗണ്ടുകളും അന്നന്ന് തന്നെ ക്ലോസ് ചെയ്ത് പോകുന്ന സ്ഥാപനമാണ്. അല്ലാതെ അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് അന്നന്ന് തന്നെ റിസർവ് ബാങ്കിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കണക്ക് ക്ലോസ് ചെയ്ത്, ഓരോ ത്രൈമാസത്തിലും ക്ലോസ് ചെയ്ത്, ഓരോ ഇയർ എൻഡിലും ക്ലോസ് ചെയ്ത് കൃത്യമായ രീതിയിലല്ലാതെ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ പോകുന്ന ബാങ്കാണ് പറയുന്നത് ഇത് വലിയ സംഭവമാണ്, ഇത് ഞങ്ങൾക്ക് കണക്ക് കൂട്ടിയെടുക്കാനുണ്ട്, ഒരുപാട് സമയം വേണമെന്ന്. അങ്ങനെ പറഞ്ഞൊരു ബാങ്കിനോട് റിസർവ് ബാങ്ക് വടിയെടുത്തു. ഉടനെ സുപ്രീം കോടതി വടിയെടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഇത് അങ്ങനെയൊന്നും പറ്റില്ല, സമയം നീട്ടിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവസങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം ഈ രേഖകൾ സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതും അതിശയകരമായ കാര്യമാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലുള്ള സ്ഥാപനം, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം എന്ത് വായ്നോക്കികളായിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് അവർ അവരുടെ ബാങ്കിന്റെ ക്രെഡിബിലിറ്റിയെ താങ്കൾ പറഞ്ഞ പദം അത് തന്നെയാണ്. ഈ താങ്കൾ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ പറയാൻ ഒരുപക്ഷെ ഇവിടുത്തെ പൗരന്മാർക്ക് തോന്നുന്നുണ്ടാകാം. കാരണം എന്ത് മര്യാദകേടാണ് SBI കാണിച്ചുകൊണ്ടിരുന്നത്. കോടതിയിൽ എങ്ങനെയാണ് നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുക? ജൂൺ 30 വരെ സമയം തരണം എന്ന് പറയുന്നു. അവർക്ക് ഒരു റൈറ്റും ഇല്ല, ഒരു അധികാരവും ഇല്ലാത്ത കാര്യമാണ്. കോടതി പറയുകയാണ് നിങ്ങളുടെ വിവരങ്ങൾ മുംബൈ ബ്രാഞ്ചിലുണ്ടല്ലോ, എടുത്തുകൊണ്ട് നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ നാളെ വൈകുന്നേരത്തിന് മുമ്പ് എത്തുകയാണ്. ഇതാണ് ശ്രീ P. കൃഷ്ണദാസ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു കോടതിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം ഓർക്കേണ്ടത്. ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരിൽ താങ്കളുടെ പാർട്ടിയുടെ ഒരു MP ഉണ്ട്, രമേശ് എന്നാണ് പേര്. ആന്ധ്രാപ്രദേശിലെ നേരത്തെ TDPയുടെ MP ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ED അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി BJPയിലേക്ക് വരുന്നു. BJPയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം വ്യവസായിയാണ്. വ്യവസായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഹിമാചലിലെ സുന്നി എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ കിട്ടുന്നു. കരാർ കിട്ടിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുകയാണ്. ഇത് ഒരു ഘടകം മാത്രമാണ്, ഒരു ചെറിയ കാര്യം മാത്രമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ സാന്റിയാഗോ മാർട്ടിനെ പോലെ 20 കോടി മൂല്യമുള്ള ഒരു കമ്പനി കൊടുക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് 40 കോടിക്ക്. താങ്കളുടെ സർക്കാർ, മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കുക, നോട്ട് നിരോധനത്തിലേക്ക് നമ്മൾ വലിയ വിശാലമായ അർത്ഥത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ആ നോട്ട് നിരോധനം എന്ന് പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്ന് പറഞ്ഞ് വലിയ തരത്തിലേക്ക് കൊണ്ടുവരികയും 99%, 97% നോട്ടുകൾ തിരിച്ചു എത്തിയതെന്ന് നമുക്കറിയാം. അങ്ങനെ വലിയ സുതാര്യത വേണമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ കോടതിയിൽ ചെന്ന് പറയുന്നു ഞങ്ങൾക്ക് നിയമപരമായി ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ കഴിയില്ല. ഇത്രയ്ക്ക് സുതാര്യത പറയുന്നവർക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ഞങ്ങൾ മേടിച്ച ഈ ബോണ്ട് ഇന്നയാളിൽ നിന്നാണ്, ഇത്ര ബോണ്ടാണ് വാങ്ങിയത് എന്ന് പറയാൻ? ആ ചങ്കൂറ്റം എന്തുകൊണ്ടാണ് സംഘപരി മോദി സർക്കാരിനില്ലാത്തത്? നിങ്ങൾക്കത് കഴിയാത്തത് എന്താണ്? കാരണം വളരെ വ്യക്തമാണ്. നിങ്ങളിരിക്കുന്ന കയ്യിലെ പണത്തിൽ ചോരക്കറയുണ്ട്. കളങ്കിതരുടെ പണമാണ് നിങ്ങൾ വാങ്ങിയത്. നിങ്ങൾ അവർക്ക് അനുകൂലമായ നയങ്ങളാണ് രൂപപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് SBI പോലുള്ള ഒരു ബാങ്ക് വളരെ കൃത്യമായി എൻ്റെ യജമാനൻ മോദിയാണെന്നും എൻ്റെ യജമാനൻ ഇവിടുത്തെ മോദി സർക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പരമോന്നത കോടതിക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് അത്ര ധാർഷ്ട്യത്തോട് തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്തത്. ഇതെല്ലാം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്, ആരാണ് വാങ്ങിയത്, 20 കോടി മൂല്യമുള്ള ആൾ 40 കോടി വാങ്ങിയത്, ഇതൊക്കെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ കൃഷ്ണദാസ്? നിങ്ങൾക്കത് മറുപടിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ വാങ്ങിയത് ഇങ്ങനെയുള്ള പണമാണ്, ഈ കളങ്കത്തിൽ നിന്ന് വാങ്ങിയ പണമാണ്. നിങ്ങൾ നിയമപരമായി ഈ കള്ളപ്പണത്തെ വെളുപ്പിക്കുകയാണ്, അതിനുള്ള നിയമ ഭേദഗതിയാണ് നടത്തിയത്. താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ബഹുമാനപ്പെട്ട സിജു, അങ്ങയുടെ ഈ ഇൻട്രൊഡക്ഷൻ LDFന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പൊതുയോഗത്തിലാണെങ്കിൽ നന്നായിരിക്കും. ഇതൊരു ചാനൽ ചർച്ചയുടെ ആങ്കർ എന്നുള്ള നിലക്ക് നിഷ്പക്ഷമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ട അങ്ങ് മോഡി ഗവൺമെന്റിനും കോടതിയെയും കുറിച്ച് കൂട്ടിക്കെട്ടി 2 വർത്തമാനം പറഞ്ഞാൽ അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ധരിക്കുമെന്നാണോ ധരിച്ചിരിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് നിയമപരമായി കൊണ്ടുവന്നിട്ടുള്ളൊരു സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ CAA വന്ന സമയത്തും രാമക്ഷേത്ര പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും നിരവധി പാർലമെന്റ് മന്ദിരം പണിയുന്ന സമയത്തും നോട്ട് നിരോധിച്ച സമയത്തും
തുടങ്ങി എത്രയോ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസുകൾ, റാഫേൽ ഇടപാടുണ്ടായ സമയത്ത് തുടങ്ങിയ എത്രയോ കേസുകളിൽ സുപ്രീം കോടതിയിൽ കേസുമായി പോയി. ആ കേസുകളുടെ എല്ലാം വിചാരണ നടക്കുന്ന, അതിന്റെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വാർത്തകൾ പുറത്തു വന്നു. കേസുകൾ നടക്കുന്ന സമയത്ത്, കേസുകൾ കോടതി പരിഗണിക്കുന്ന സമയത്ത് ഇരുഭാഗത്തോടും കോടതി ചോദിക്കുന്ന കാര്യങ്ങൾ വാർത്തയാകാറുണ്ട്. വാർത്തയാകുന്നതിൽ തെറ്റില്ല. പക്ഷെ അതാണ് കോടതി വിധി എന്ന് ധരിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് മൗഢ്യമായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. അല്ല, ഇവിടെ കോടതി ഇലക്ട്രൽ ചോദിച്ചതല്ല, ബോണ്ട് വാദപ്രതിവാദമല്ല. നിയമപരമായി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, വാദപ്രതിവാദമല്ല നടന്നത്. കോടതി പറയുന്നു 6-ാം തീയതി കൊണ്ടുവരുന്നില്ല. കോടതി രക്ഷ ഹർജിയുമായി പോകുമ്പോൾ പറയുന്നു ജൂൺ 30 വരെ സമയം വേണം. നാളെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. ഇന്ന് കോടതി പറഞ്ഞു വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തണം. ഇന്നലെ ഞായറാഴ്ച ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തി 2019 മുതലുള്ള കാര്യങ്ങൾ. വാങ്ങിയത് 7000 കോടിയാണ് BJP. ഇന്നും വിവരങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. ആ ന്യൂമറിക്കൽ നമ്പർ അടക്കം കൊണ്ടുവരണമെന്ന് പറയുന്നു, കൊണ്ടുവരുന്നില്ല. കോടതി പറയുന്നു വ്യാഴാഴ്ച സത്യവാങ്മൂലം നൽകണമെന്ന്. അതിനിടയ്ക്ക് കോടതി പറയുകയാണ്, നിങ്ങളുടെ ഈ വാദം കേട്ടാൽ, ഹരീഷ് സാൽവയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വാദം കേട്ടാൽ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പറയണ്ടേ? അത് കോടതി ചോദിച്ച ചോദ്യം തന്നെയല്ലേ? അത് രാജ്യത്തെ പൗരന്മാർ ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ? കോടതി ചോദിച്ച അതേ രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞു. അല്ല, കോടതിയിൽ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേസുകൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള വാദങ്ങളും ഉണ്ടാകും, പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സും ഉണ്ടാകും, നിയമപരമായിട്ടുള്ളതുണ്ടാകും, ഫാക്ച്വൽ ആയിട്ടുള്ളതുണ്ടാകും. അതൊക്കെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ആ കേസിലെ കക്ഷികളായിട്ടുള്ള ആളുകൾ അത് കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമാണ് നമുക്കതിന്റെ നിജസ്ഥിതി എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയും. കോടതിയിൽ ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കൊണ്ടുവരും. ചിലപ്പോൾ സമയം ചോദിക്കും. സമയം ചോദിച്ചാൽ ആ സമയം ചിലപ്പോൾ കോടതി കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാതിരിക്കും. അതൊക്കെ കേസുകളുടെ നടത്തിപ്പിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോടതി ആവശ്യപ്പെട്ട സമയത്ത് അത് ഇലക്ഷൻ കമ്മീഷന് കൈമാറുന്ന സാഹചര്യം SBIയിൽ നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആ വിവരങ്ങൾ കോടതിക്ക് കൈമാറി. ഇനി കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും അതെല്ലാം കോടതിയുടെ മുൻപിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തണം, സുതാര്യമായി പുറത്തു വരണം. ആരാ ഇതിന് സുതാര്യമായി പുറത്തു വരുന്നതിൽ എതിര് നിൽക്കുന്നത്? ആരെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ? ബാങ്ക് SBI എന്താണോ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണോ, അവരുടെ കയ്യിൽ വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിക്ഷേപങ്ങൾ എത്രയാണോ, അല്ലെങ്കിൽ അത് വാങ്ങിയിട്ടുള്ള ഈ വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് നിലപാടെടുത്തത് ആരാണ് ഇവിടെ? പോയിട്ടുണ്ടോ? ഈ വിവരങ്ങൾ പുറത്തു വരരുതെന്ന് കോടതിയിൽ നിലപാടെടുത്തത് ആരാണ്? BJP ആണ്. BJP തടസ്സം നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ SBI കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഒരു സമയം കോടതി പറയുന്നു, ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന അസൗകര്യമുണ്ടെങ്കിൽ അതിന് സമയം ചോദിക്കുന്നു. കോടതി അത് പറ്റില്ല, കൊണ്ടുവരണമെന്ന് പറയുന്നു, അത് കൊടുക്കാമെന്ന് പറയുന്നു. അത് തന്നെയാണ് കൃഷ്ണദാസ് ഇവിടെ പ്രശ്നം. എന്തിനാണ് SBIക്ക് 1 മണിക്കൂർ കൊണ്ട്, 1 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന വരം എന്തിന് ജൂൺ 30 വരെ വൈകിപ്പിച്ചു എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. KT കുഞ്ഞുങ്ങളുടെ ഒരിക്കൽ കൂടി പോവുകയാണ്. KT കുഞ്ഞുങ്ങളും ഇവിടെ കഴിഞ്ഞ ദിവസം ഈ അങ്ങനെ പറയല്ലേ, ഇലക്ട്രൽ, അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് RSSന്റെ അങ്ങനെയല്ല, കോടതിയിൽ അവർ സമയം ചോദിച്ചു, ആ സമയം കൊടുത്തില്ല. അങ്ങയുടെ ആങ്കർ എന്നുള്ളത് കൊണ്ട് അങ്ങക്ക് എന്ന് പറയാമെന്ന് ധരിക്കല്ലേ? കോടതി സമയം ചോദിച്ചു, ആ കോടതി സമയം ചോദിച്ചപ്പോൾ അത് പറ്റില്ല. കോടതി തിരിച്ചും ചോദിച്ചു, എന്തിനാണ് ഇത്ര സമയം? നിങ്ങൾക്ക് 26 ദിവസം തന്നില്ലേ, നിങ്ങൾ എന്തെടുക്കായിരുന്നു ചോദിച്ചു. അതാണ് കോടതി ചോദിച്ചത്. നിശ്ചയിക്കുന്നത് സമയം നിങ്ങൾ കൈരളിയുടെ ആങ്കറാണോ സമയം നിശ്ചയിക്കുന്നത്? നിങ്ങളാണോ സമയം നിശ്ചയിക്കുന്നത്? ഞാനല്ല, കോടതിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. കോടതി പറഞ്ഞതിന് ഒരു ചോദ്യം ഞാൻ അപ്പുറത്തേക്ക് ചോദിക്കുന്നില്ല. കോടതിയിൽ കാര്യം ഇല്ലല്ലോ. നിങ്ങളുടെ ആങ്കറായി ഇരുന്നുകൊണ്ട് പറയുന്നതനുസരിച്ചാണ് കോടതി പറയുന്നത്. കോടതി സമയം ബാങ്ക് ചോദിച്ചു, ഞങ്ങൾക്കിത് കോർഡിനേറ്റ് ചെയ്ത് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഫയൽ ചെയ്യാനായിട്ടുള്ള സമയം വേണം എന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? കേരള സർക്കാർ എത്രയോ കേസുകളിൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ തെറ്റില്ലെന്ന് മനസ്സിലാകുന്നുണ്ട് ശ്രീ കൃഷ്ണദാസ്. KT കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ ദിവസം RSS നേതാവ് ദത്താത്രേയ ഹൊസബാലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ പരീക്ഷണമാണ്. ഇലക്ട്രൽ EVM ഇലക്ട്രൽ മെഷീൻ വന്നപ്പോഴും വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നില്ലേ? അതുപോലെ തന്നെ ഇതൊരു പരീക്ഷണമായിരുന്നു, അത് മാറ്റിക്കൊള്ളും എന്ന് വളരെ രാഘവത്തോടെ പറഞ്ഞു വെക്കുകയാണ്. RSS നേതാവാണ്. RSSന് അറിയാൻ കാര്യങ്ങൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KT കുഞ്ഞുങ്ങളൻ, ഇപ്പോൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും, കൃഷ്ണദാസ് അടക്കം വലിയ തരത്തിൽ ലാഘവത്തോടെ ഈ കാര്യത്തിൽ കാണുന്നത്. എന്താണ് പ്രശ്നം? കോടതിയിൽ SBI നിലപാടെടുത്തതിൽ സമയം ചോദിച്ചാൽ എന്താണ് തെറ്റെന്നാണ് ഈ BJP നേതാവ് ഇപ്പോൾ കൃഷ്ണദാസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത് കണക്കിലെടുക്കാൻ കഴിയുന്നു ശ്രീ KT കുഞ്ഞുകണ്ണൻ? അല്ലല്ല സിജു, അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് പറയുന്നത് രാഘവത്തോട് കൂടിയിട്ടല്ല, ഗൗരവത്തോട് കൂടിയിട്ടാണ്. ശ്രീ KT കുഞ്ഞുകണ്ണൻ, അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യാതെയോ?
അതായത് RSS BJP എന്നൊക്കെ പറയുന്നത് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരവരുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുക എന്ന കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്നാണ് ഓരോ കാര്യവും തീരുമാനിക്കുന്നത്, ഓരോ കാര്യത്തിലും നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണദാസും ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാം. വേദാന്ത UK കേന്ദ്രമായിട്ടുള്ള വേദാന്തയുടെ ഇന്ത്യൻ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെർലിംഗ് ഇന്ത്യ, അവർ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വൻ തുകകൾ കൊടുത്തതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ദേശീയ പത്രങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഈ പണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ പണം പറ്റുന്നത് ശരിയാണോ എന്ന പ്രശ്നം ഉയർന്നു വന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് 2017 ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന വ്യവസ്ഥ ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വെക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി എന്താ ചെയ്തത്? ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ആദ്യം ചെയ്തത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിൽ ഭേദഗതി വരുത്തുക, പിന്നെ കമ്പനി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുക. എന്താ ഭേദഗതി? വിദേശ രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് പണം പറ്റിക്കഴിഞ്ഞാൽ ധനകാര്യ സ്ഥാപനങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ അതൊന്നും അത് പരിശോധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ്, രാജ്യത്തെ മറ്റ് നിയമ സംവിധാനങ്ങളും കുറ്റാന്വേഷണ സംവിധാനങ്ങളും അത് പരിശോധിക്കാൻ പാടില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറ്റുന്ന ഫണ്ട് അങ്ങനെ പറ്റുന്ന പണത്തെക്കുറിച്ച്, അതിൻ്റെ കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിൽ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇതെന്താണ് കാണിക്കുന്നത്? BJPക്കാർ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ദേശാഭിമാനം പറയുന്ന ആൾക്കാരാണ്. ദേശാഭിമാനത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തന്നെ ദേശദ്രോഹികളാക്കി മാറ്റി, കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യവിരുദ്ധരാക്കി മാറ്റി രാജ്യമെമ്പാടും വേട്ടയാടുന്നവരാ. അവരെന്താ ചെയ്തിരിക്കുന്നത്? ലോകത്തിലെ നിരവധി രാഷ്ട്രീയ അട്ടിമറികളിൽ പങ്കാളികളായിട്ടുള്ള ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്ന്, അന്താരാഷ്ട്ര കോർപ്പറേഷനുകളിൽ നിന്ന് പണം പറ്റുക. ആ പണം പറ്റിയാൽ അത് രാജ്യത്ത് വിവാദപരമായി ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണം പറ്റുന്നത്. അത് വിവാദമായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുൻകാല പ്രാബല്യത്തോടെയാണ്. അതാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം. UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഈ വേദാന്ത ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പണം പറ്റലിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് കോൺഗ്രസ്സുകാരാണ്, രണ്ടാം സ്ഥാനത്താണ് അന്ന് BJP വന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒന്നിച്ചു. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിരുന്നു എന്ന്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടിൽ, കമ്പനി നിയമത്തിൽ ഒക്കെ വരുത്തിയ ഭേദഗതികളെ നിങ്ങൾ പാർലമെൻറ്റിൽ എതിർത്തോ? പാർലമെൻറ്റിൽ നിങ്ങൾ എതിർത്തതായിട്ട് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും രേഖ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഒന്നും കാണാൻ കഴിയില്ല. ഈ ജയാ താക്കൂർ എന്നൊക്കെ പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയ്ക്ക് കേസിൽ പോയതല്ല. പ്രത്യേകിച്ച് അവർ ജീവിക്കുന്ന ആ പ്രദേശത്ത് വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ വന മേഖലകളിൽ നടത്തിയിട്ടുള്ള വലിയ ഖനന ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡിജിനസ് ആയിട്ടുള്ള അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളെ പുറത്തെടുന്നടക്കമുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ കേസിന് പോകേണ്ടി വന്നത്. അല്ലാതെ അവർ കോൺഗ്രസ് പാർട്ടി AICC വർക്കിംഗ് കമ്മിറ്റി നിയോഗിച്ചതല്ല അവരെ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും BJPയും ഈ രണ്ട് പാർട്ടികളും ഇന്ത്യയിലെ ഭരണവർഗ പാർട്ടികളാണ്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മൂലധനത്തെ പ്രതികരിക്കുന്ന പാർട്ടികളാണ്. അതിൽ ഇന്ന് മേൽക്കൈയുള്ളത്, അതായത് കോർപ്പറേറ്റുകളുടെ വലിയ പിന്തുണയുള്ളത് BJPക്കാണ്. ചെറിയ പിന്തുണയാണ് ആർക്കുള്ളത്? കോൺഗ്രസിനുള്ളത്. ഈ രണ്ടാളുകളും കോർപ്പറേറ്റുകളിൽ നിന്ന് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം പറ്റാനുള്ള ഒരു രഹസ്യ പണമിടപാട് സംവിധാനമായിട്ടുള്ള ഈ ഇലക്ട്രൽ ബോണ്ടിനെ മനസ്സിലിട്ട് താലോലിക്കുന്നവരാണ്. ആ വ്യവസ്ഥയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് കുറ്റകരമായ രീതിയിലുള്ള ഇന്ത്യാവിരുദ്ധമായി ഈ ഗ്ലോബലൈസേഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം വിദഗ്ധന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡീനാഷണലൈസേഷനാണ്. നമ്മുടെ സമ്പദ്ഘടനയുടെ സ്വാശ്രയത്വത്തെ തകർത്ത് ആഗോള മൂലധനത്തിൻ്റെ ഭ്രമണപഥങ്ങളിലേക്ക് നമ്മുടെ വിഭവങ്ങളും നമ്മുടെ ഉൽപ്പാദന മേഖലകളുമൊക്കെ സമ്പൂർണ്ണമായി അടിയറ വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന നിയമപരിഷ്കാരങ്ങളിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ആകെ കോർപ്പറേറ്റ് ആധിപത്യത്തിന് അടിയറ വെക്കുന്ന ഒന്നായിട്ട് ഇലക്ടോറൽ ബോണ്ടിനെ കാണണം. അപ്പോൾ ഇലക്ടോറൽ ബോണ്ട് ഒരു പരീക്ഷണമാണ് എന്ന് RSS പറയുമ്പോൾ എന്താണ്? കോർപ്പറേറ്റുകളിൽ നിന്ന് പണം പറ്റാനുള്ള പല പരീക്ഷണങ്ങൾ ഇനിയും വരും. കാരണം കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിൻബലത്തിലാണ് ഈ രാജ്യത്ത് RSSൻ്റെ കുറുവടി സംഘം ന്യൂനപക്ഷങ്ങൾക്കും വംശീയ ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ എതിരായിട്ട് ഉന്മൂല ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണം നടത്തുന്നത്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഗുജറാത്ത് കലാപത്തിന് എവിടെ നിന്നാണ് പണം കിട്ടിയത്? ഇന്ത്യ റിലീഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്
വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ചിരിയിൽ അട്ടിമറിയുണ്ടാക്കിയ CIയുടെ ഫണ്ടിങ് ഏജൻസി ആയിരുന്ന അത്തരത്തിലുള്ള കമ്പനികളിൽ നിന്ന്, ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് പോലുള്ള കമ്പനികളിൽ നിന്ന് വലിയ പണം ശേഖരിച്ച് ഗുജറാത്തിലെ ഭൂകമ്പ ബാധിതരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് പണം ശേഖരിച്ച് ആ പണം ഉപയോഗിച്ചാണ് മോഡി അവിടെ RSSന്റെ കുറുവടി സംഘങ്ങളെയും ദുർഗവാഹിനി പോലുള്ള സ്ത്രീകളുടെ അക്രമിക്കൂട്ടത്തെയും വളർത്തിയെടുത്തത് എന്ന പഠനം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റാൻ, കോർപ്പറേറ്റുകളിൽ നിന്ന് പണം പറ്റാൻ, അവിഹിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ, അതിനെ നിയമവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അത് തന്നെയാണ് ശ്രീ KT കുഞ്ഞുണ്ണൻ. റോണി കെ ബേബി, അവിഹിതമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നതിന് BJP സർക്കാർ, മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പണം പറ്റിയപ്പോൾ അന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് നിയമ ഭേദഗതി ശരിയല്ല, അങ്ങനെ പണം വാങ്ങുന്നത് ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ അടക്കം പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ പാർട്ടി ഒന്നും മിണ്ടിയില്ല. കാരണം ശക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കിയല്ലേ പറ്റൂ. ആ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു താങ്കളുടെ പാർട്ടിയുടെ ആ നിലപാട്. ഇപ്പോൾ ഒരു ജയ ഠാക്കൂർ നേരത്തെ പറഞ്ഞ പോലെ, ജയ ഠാക്കൂറിനെ ഞങ്ങൾ ആരും കോൺഗ്രസ് നേതാവായി കണ്ടിട്ടില്ല. ജയ ഠാക്കൂറിന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ബന്ധമുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ CPMO CPI എടുത്തതുപോലെയുള്ള ആർജവമുള്ളൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല? അതുമായി ബന്ധപ്പെട്ടൊരു കോടതി ലക്ഷ്യ ഹർജി കൊടുക്കാൻ പോയത് പോട്ടെ. രണ്ടാമത് ഇന്നലെ താങ്കളുടെ കൂടെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട DMK എന്ന് പറയുന്ന പാർട്ടി അവർ പ്രസിദ്ധീകരിച്ചു, ഞങ്ങൾ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഇത്ര രൂപ 550 രൂപ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ പ്രസിദ്ധപ്പെടുത്തി. എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? ആ ചോദ്യം ഇവിടെ വരികയാണ്. നിങ്ങൾക്ക് പാർലമെൻറ്റിലടക്കം ഈ നിയമ ഭേദഗതി വന്നപ്പോൾ എടുത്ത നിലപാട് പോട്ടെ, പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഇത്രയധികം നിലപാടെടുത്തത് പോട്ടെ, ബാക്കിയെല്ലാം വെക്കൂ. ഇനിയും ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ജനം ചോദിക്കുന്നു, നിങ്ങൾ ആരിൽ നിന്നാണ് പണം വാങ്ങിയത്, അത് നിങ്ങൾ വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ വൈകുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഏതെങ്കിലും CPMന്റെ വക്താവ് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സ്നേഹിതൻ കോർപ്പറേറ്റുകൾക്കൊക്കെ എതിരെ വല്ലാണ്ട് അങ്ങ് ആഞ്ഞടിക്കുന്നു കേട്ടല്ലോ. കോൺഗ്രസ് അങ്ങ് കോർപ്പറേറ്റുകളുടെ വലിയ വക്കാലത്തെടുത്തിരിക്കാന്നൊക്കെ. പ്രിയപ്പെട്ട ചങ്ങാതി, എനിക്കൊന്ന് പറയാനുള്ളൂ, CPM ഒക്കെ അവരുടെ പഴയ നയങ്ങളൊക്കെ തിരുത്തിയതൊന്നും അങ്ങ് മറന്നുപോയില്ലേ? ബംഗാളിൽ CPM തകർന്നു പോയത് എങ്ങനെയാ? സലിം ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവിടുത്തെ മണ്ണും എല്ലാം മനുഷ്യജീവിതങ്ങളും കർഷകരെ എല്ലാം അടിയറ വെച്ചപ്പോഴല്ല CPMനെതിരെ വലിയ ജനരോഷം ഉണ്ടായത്. ഈ കഴിഞ്ഞ ബജറ്റില്, സംസ്ഥാന ബജറ്റിൽ തന്നെ ബാലഗോപാലൻ എന്താ പറഞ്ഞത്, ഇനിയും വിദേശ മൂലധനം, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയല്ലേ, അതൊക്കെ പിന്നെ പഴയ കാര്യം, വിദേശ മൂലധനത്തിനെതിരെയുള്ള സമരമൊക്കെ പഴയ കാര്യം. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ വിദേശ മൂലധനത്തിന്റെയും അല്ല. റോണി കെ ബേബി, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരികയാണ്. കാരണം താങ്കൾ സാധാരണഗതിയിൽ താങ്കൾ നേരത്തെ ഇതിനെ സാന്റിയാഗോ മാർട്ടിൻ 22,000 കോടിയുടെ കേസ് പറഞ്ഞപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിയിൽ കൊണ്ട് കെട്ടാൻ നോക്കി. ഇവിടെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, താങ്കളുടെ പാർട്ടിക്ക് ധൈര്യമുണ്ടോ? പണം വാങ്ങിയത് ആരിൽ നിന്നെന്ന് വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടോ? നാളെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ കോൺഗ്രസ്? അതാണ് ചോദ്യം. അതല്ല, നമ്മൾ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും നിങ്ങളെല്ലാം വലിയ കോർപ്പറേറ്റുകൾ വക്കാലത്ത് എടുത്തുകൊണ്ട് നടക്കുകയാണ്. CPM മാത്രമല്ല കോർപ്പറേറ്റ് വിരുദ്ധ സമരത്തിന് മുന്നണി നോക്കി. ഞാൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങൾ സാന്റിയാഗോ മാർട്ടിനെ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയല്ലോ. അന്ന് എന്താ ചെയ്തത്? 2 കോടി രൂപ, 50,000-ന് 4 ബോണ്ടുകൾ, അതും ബോണ്ട് തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ കൃത്യമായി തന്നെ ഞാനിവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നു ഞങ്ങൾ ആരും ഈ പറയുന്ന പിന്നെ ഇലക്ഷൻ ബോണ്ടിനെതിരെ ഞങ്ങൾ ആരും വോട്ട് ചെയ്തില്ല. ഇന്ന് എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ലോക്സഭാ നടപടിക്രമങ്ങളുണ്ടല്ലോ, അന്ന് കോൺഗ്രസിന് വേണ്ടി അവിടെ സംസാരിച്ച ചിദംബരം ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ കൃത്യമായി നിലപാട്. അന്ന് മുതൽ ഈ പറയുന്ന സംവിധാനം അവിടെ ഈ പാർലമെന്റിൽ കൊണ്ടുവന്ന അന്ന് മുതൽ കോൺഗ്രസിന്റെ നിലപാട്, എന്തിനാ വെറുതെ ഈ കോൺഗ്രസിനെ കൊണ്ട് ഈ BJPയുടെ ഓരോ നാടകത്തിലേക്ക് അങ്ങനെ CPM ഒരു തിരക്കഥ ഉണ്ടാക്കി അങ്ങ് പോകേണ്ട കാര്യമില്ല. കോൺഗ്രസും BJPയും കോർപ്പറേറ്റുകൾ ചങ്ങാതികളാണെന്ന് പറഞ്ഞ രീതിയിലേക്കൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഇവിടെ നമുക്കറിയാം 2017 മുമ്പ് രാഷ്ട്രീയ പാർട്ടികള് ഈ കമ്പനികളിൽ നിന്നൊക്കെ സംഭാവന മേടിക്കാൻ വേണ്ടി കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വന്നപ്പോൾ ആ സംവിധാനം മുഴുവൻ ഇവിടെ ഇല്ലാതായി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ആവശ്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ വലിയൊരു അത് സാന്റിയാഗോ മാർട്ടിന്റെ കാശ് തന്നെ വേണോ? CPM എടുക്കുന്ന നിലപാടുണ്ട്, രാജ്യത്തെ മറ്റു പാർട്ടികൾ എടുക്കുന്നുണ്ട്. പലരും ആക്ഷേപിക്കുന്ന ബക്കറ്റ് പിരിവിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർട്ടികൾ വളരെ കൃത്യമായി, ശ്രീ റോണി കെ ബേബി, വളരെ കൃത്യമായി പണം വാങ്ങുന്നു, ആരിൽ നിന്ന് പണം വാങ്ങുന്നു, ബക്കറ്റ് പിരിവ് നടത്തിയാലും രസീത് കൊടുത്താലും പണം വാങ്ങി, അത്തരത്തിൽ പണം വാങ്ങണമെന്നാണ് ഇവിടുത്തെ പൊതുജനം ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുന്നു. സാന്റിയാഗോ മാർട്ടിൽ നിന്നും കോൺഗ്രസ് കാശ് മേടിച്ചതായി തെളിയിക്ക്. വളരെ കാര്യമാണ്. നാളെ പറഞ്ഞാൽ മതി, നാളെ കോൺഗ്രസ് വെളിപ്പെടുത്തട്ടെ. സാന്റിയാഗോ മാർട്ടിന്റെ കാശ് ഞങ്ങൾ മേടിച്ചിട്ടാന്ന് പറയട്ടെ, നാളെ വെളിപ്പെടുത്തു. കോൺഗ്രസിനോട് പറയും, കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയട്ടെ, സാന്റിയാഗോ മാർട്ടിന്റെ കാശ് മേടിച്ചിട്ടില്ല, അതാണ് പറയുന്നത്, അതാണ് ആർജവം എന്ന് പറയുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കേ.
ഇവിടെ 22,217 ഇലക്ട്രൽ ബോണ്ടുകളാണ് വിറ്റുപോയത്. 1,260 കമ്പനികൾ, 12,769 കമ്പനികൾ, ഈ 12,769 കോടി രൂപ. ഇതിൽ ആരോപണം വന്നിരിക്കുന്നതാ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 20 വൻകിട കമ്പനികൾ. ആ വൻകിട കമ്പനികളെയാണ് ED റെയ്ഡ് ഉൾപ്പെടെ, CBI റെയ്ഡ് ഉൾപ്പെടെ, ഇൻകം ടാക്സ് റെയ്ഡ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തി, അന്വേഷണ ഏജൻസികൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ നിന്നാണ് ഈ പണം മുഴുവൻ വന്നിരിക്കുന്നത്. ഈ പറയുന്ന 12,769 കോടി രൂപ എടുത്താൽ ഇതിൻ്റെ അകത്തൊരു 8,000-9,000 കോടി രൂപ വന്നിരിക്കുന്ന ടോപ്പ് 20 കമ്പനികളാണ്. എനിക്ക് ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും, ഈ 20 ടോപ്പ് കമ്പനികളിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസ് ഇലക്ട്രൽ ഫണ്ട് മേടിച്ചിട്ടുള്ള പറ്റും. അല്ല ശ്രീ റോണി കെ ബേബി, നമ്മൾ ഈ ചർച്ചയിലിരുന്ന് ആത്മാർത്ഥമായി പറയുന്നതല്ല, വളരെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തൂ. നിങ്ങൾ വെളിപ്പെടുത്തൂ എന്നാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. രാജ്യത്ത് കോൺഗ്രസിന്റെ അണികൾ തന്നെ പറയുന്നതാണ്, എന്തിനാണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നത്, വെളിപ്പെടുത്തൂ. ഞങ്ങൾ ഇയാളിൽ നിന്ന് പണം മേടിച്ചിട്ടില്ല, ഈ പണത്തിൽ ഞങ്ങൾക്ക്, ഈ കളങ്കിത പണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങളും പറ്റി എന്നുള്ള പറയുന്നത്. 2024 ഫെബ്രുവരി 15-ാം തീയതി വരെ സുപ്രീം കോടതി നിയമം അസാധുവാക്കണമെന്ന് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന കമ്പനികളിൽ നിന്ന് സംഭാവന മേടിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ അനുവദിച്ചിരുന്ന നിയമം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമം. പക്ഷെ അങ്ങനെ മേടിക്കുന്നില്ല എന്ന് നിലപാടെടുത്ത പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അങ്ങനെ വാങ്ങുന്നില്ല എന്ന് നിലപാടെടുത്ത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി കണക്ക് കൊടുക്കുന്ന 20,000 രൂപയ്ക്ക് തുക വാങ്ങിയാൽ ചെക്ക് വഴി മാത്രം വാങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ശ്രീ റോണി കെ ബേബി, ഏതായാലും താങ്കൾ തുടരുമ്പോൾ ജോർജ് ജോസഫ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പണം വാങ്ങുന്നതിൽ എന്താണ് തെറ്റ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം വേണ്ടേ, ഇങ്ങനെ മേടിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രീ ജോർജ് ജോസഫ്, CPM ഈ കോർപ്പറേറ്റുകൾ ഫണ്ട് മേടിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? കിറ്റക്സ് നിങ്ങൾ ഏറ്റവും സമരം ചെയ്യുന്ന ആളാണ് കിറ്റക്സ്. സാബു 30 ലക്ഷം രൂപ CPM നോട്ടിലേക്ക് കൊടുക്കുന്നത് അല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ബക്കറ്റ് താങ്കൾ തുടരുക. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഞാൻ ചോദിച്ചാൽ കേട്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസ് വക്താവ് പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം മേടിക്കണം, അങ്ങനെ മേടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പണം മേടിക്കാത്ത പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. വളരെ സുതാര്യമായിരിക്കേണ്ട കാര്യങ്ങൾ. കോടതി പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തെ പൗരന്മാർ കൊടുക്കുന്ന പണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണം ആരാണ് കൊടുത്തത്, എത്രയാണ് കൊടുത്തത് എന്ന് കൃത്യമായി അറിയണ്ടേ? അത് തന്നെയല്ലേ ഈ ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സുതാര്യത, ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്നുള്ള ഇത് വന്നപ്പോൾ പറഞ്ഞിരുന്നത്. നേരത്തെ ഈ അരുൺ ജെയ്റ്റ്ലി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ 2017 ഇത് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക, നിയമവിധേയമായ ബോണ്ടുകളിലൂടെ അത് കൊണ്ടുവരിക, അങ്ങനെ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്ന, സംഭാവനയായിട്ടും മറ്റും കൈമാറുന്ന ഒരു രീതി അവസാനിപ്പിക്കുക എന്നുള്ള വളരെ ഒരു ജനങ്ങളുടെ മുമ്പിൽ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ, അതാണ് ലക്ഷ്യം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ്? ഈ കള്ളപ്പണം കൃത്യമായി വെളുപ്പിച്ചുകൊണ്ട്, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചെറിയ കമ്പനികളുടെ കാര്യത്തിൽ അവർ വൻ തുകകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ തുകകൾ എവിടെ നിന്ന് വന്നു? ആ കമ്പനികൾക്ക് 2 വർഷം പ്രവർത്തിച്ച ആ കമ്പനികൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക ഇതിനകത്തേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും ആരോ ആ കമ്പനികളുടെ പേരിൽ എവിടെ നിന്നോ വന്ന കള്ളപ്പണം അതിലൂടെ റൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇനി ഇതിൻ്റെ വേറൊരു വലിയ നെക്സസ് എന്ന് പറയുന്നത്, ഇന്ന് കോടതിയിലൊരു സംഭവം ഉണ്ടായി. ആ കോടതിയിലൊരു സംഭവം എന്താ? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും ഫിക്കിയും, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, 2 വ്യവസായികളുടെ സംഘടനകൾ പെട്ടെന്ന് കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോടതി തന്നെ പറഞ്ഞു, അത് നോക്കിക്കൊള്ളാം, അത് നിങ്ങൾ കൊണ്ടുവരണ്ടെന്ന് കോടതി പറഞ്ഞു വിടുകയും ചെയ്തു. ഈ ഫിക്കിയും അസോച്ചമും ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു അല്ല അതെ അത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഈ ലാസ്റ്റ് സമയത്ത് അത്തരം ഒരു എൻട്രി എന്താണ്? കാരണം എന്താ വെച്ചാൽ ഫിക്കിയോ അല്ലെങ്കിൽ CIO പോലുള്ള സംഘടനകൾക്ക് ഇതിനകത്തൊരു റോളും ഇല്ല. ആർക്കെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത സുപ്രീം കോടതി അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ പാടില്ല, അതങ്ങനെ ചെയ്യരുത്, അത് തടയണം എന്നുള്ള രീതിയിൽ പറയാൻ എന്താണ് ഈ ഫിക്കിയും CIയും പ്രേരിപ്പിച്ചത്? അവർ സ്വതന്ത്രമായി വ്യവസായികളുടെ ഉന്നമനത്തിനും വ്യവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നയരൂപീകരണത്തിലും മറ്റ് ഗവൺമെൻറ്റുമായി ഇൻ്റർവെൻഷൻ ചെയ്യുന്ന വ്യവസായികളുടെ സംഘടനകളാണ്. ആ സംഘടനകൾ ഈ കേസിൽ കക്ഷികളല്ല.
ആ സംഘടനകൾക്ക് ഇതുമായി യാതൊരു വിധത്തിലുള്ള കണക്ഷൻസും വരുന്നില്ല. അതാണെന്ന് കോടതി ചോദിച്ചു, നിങ്ങളെന്താണ് ഇതുവരെ വരായിരുന്നത് എന്നുള്ള അർത്ഥത്തിലെല്ലാം മുകുൾ റോത്തക്കിയോട് ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ അവിടെ വ്യക്തമാവുന്നത് എന്താണ്, ആ ഒരു 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 ഇത് പരാജയപ്പെടുമെന്നറിയാം എങ്കിലും അന്തിമമായി ഒരു ശ്രമം നടത്തുകയാണ്. SBIയെ നേരത്തെ പ്രേരിപ്പിച്ചു, SBIയോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ പറയണം, അതായത് ഞങ്ങൾക്ക് ടൈം വേണം. ഇവിടെ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഫിൻടെക് സ്ഥാപനങ്ങളാണ്. ഫിൻടെക് സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ അവർ ഉപയോഗിക്കുന്നു. മണി ട്രാൻസ്ഫറിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അതായത് നിമിഷം തന്നെ, ആ സെക്കൻഡിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും കണക്കുകൾ കൃത്യമായി ലഭ്യമാവുകയും ചെയ്യുന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കണക്ക് വേണം, ഞങ്ങൾക്ക് അത് തയ്യാറാക്കണം എന്ന് പറയുന്ന ആ വാദത്തിൽ ഒരു തരത്തിലുള്ള ലോജിക്കും വരുന്നില്ല. ഏതെങ്കിലും ഒരു ചെറുകിട കമ്പനിയോ ഏതെങ്കിലും സ്ഥാപനത്തിലാണ് ഈ സംഭവം ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾക്ക് കണക്ക് നോക്കണം, കുറച്ച് പരിശോധിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസി ആണെങ്കിൽ പോലും ചിലപ്പോൾ കണക്ക് നോക്കണം എന്ന് പറയാം. പക്ഷേ അത് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ്. കാരണം ഇത് വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. ആദ്യം അവർ കോടതിയിൽ പറ്റി നോക്കുന്നു, BJP നിലപാടെടുക്കുന്നു, ഇങ്ങനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനുശേഷം SBI കൊണ്ട് പറയിപ്പിക്കുന്നു, അതിനുശേഷം ഇലക്ഷൻ കമ്മീഷനിൽ വൈകിപ്പിക്കുന്നു. ശേഷം ഇന്നാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു തിരക്കഥയുടെ പലവിധ വശങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അസോച്ചമും ഫിക്കിയും അടക്കമുള്ളവർ എത്തുകയാണ്, ഞങ്ങൾ കക്ഷി ചേരുകയാണ്, ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. KT കുഞ്ഞിക്കണ്ണൻ, നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവായാലും ഒപ്പം തന്നെ PK കൃഷ്ണദാസ് ആയാലും പറഞ്ഞു വെക്കുന്നത്, അവർ രണ്ടുപേരും ഒരു ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു സ്വാഭാവിക നടപടിയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം വേണം, അത് വാങ്ങുന്നതിൽ എന്താണ് തെറ്റ്, കോടതിയിൽ സ്വാഭാവികമായി ചില ഡിലേകൾ വരുന്നുണ്ട്, അതിലെന്താണ് തെറ്റ് എന്ന് വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് കാര്യങ്ങൾ. ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇത്തരത്തിൽ സുതാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ കാര്യങ്ങളും സുതാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു സർക്കാർ ഇവിടെ ഏറ്റവും നിയമപരമായി ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുത്തത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. നിരന്തരം കോടതിയിലടക്കം നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സുപ്രീം കോടതിക്ക് കൂടി ഇടപെടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയങ്ങളടക്കം വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക തന്നെ ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും. ഇവിടെ BJPയുടെ പ്രതിനിധി ഈ ഇലക്ടറൽ ബോർഡിനെ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് വേണമെങ്കിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കണമെന്ന് വാദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കണം. ആ ചരിത്രം അറിയായ്മ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലെല്ലാം ഉണ്ട്. ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ പറയുന്നതിനെ കുറുന്യായങ്ങൾ കൊണ്ട്, കുറിയുക്തി കൊണ്ട് നേരിടാമെന്നാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം കേളപ്പജിയുടെ KPCCയുടെ ആദ്യത്തെ ഒരു പ്രസിഡൻ്റാണല്ലോ നമ്മുടെ കേളപ്പജി. ആ കേരള ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രമുണ്ട്, CK മൂസത്ത് എഴുതിയ. ആ കേളപ്പജി നാഗപ്പൂർ AICC സമ്മേളനത്തിന് പോകാൻ കോഴിക്കോട് നിന്ന് 3 പേര് പോകണമെന്ന്, കേളപ്പജിയും മുഹമ്മദ് അദ്രീമാനും AKജിയും 3 പേരുടെ കയ്യിലും കാശില്ല. എന്താ ചെയ്ത്? കോഴിക്കോട്ടക്കാലത്ത് വലിയ പണക്കാരുണ്ടായിരുന്നു, ഒറ്റ പണക്കാരുടെ വീട്ടിലേക്കും പോയില്ല. കേളപ്പജിയും AKജിയും മുഹമ്മദ് അദ്രീമാൻ സാഹിബും ഒരു തോർത്തുമുണ്ട് വിരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിരവധി യോഗങ്ങൾ നടത്തി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു. ഞങ്ങൾ കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങിക്കാതെ ബക്കറ്റ് പിരിവെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരാണ് നിങ്ങൾ. ഉൽപ്പന്ന പിരിവെടുക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ് നിങ്ങൾ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള പണം, വിഭവങ്ങൾ സമാഹരിക്കേണ്ടത് പ്രധാനമായും ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളുടെ പണം വാങ്ങി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള പ്രാഥമിക പാഠം ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകളെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് മനസ്സിലാവും. അപ്പോൾ ഗാന്ധിയും കേളപ്പജിയും ഒക്കെ നിങ്ങൾക്കിപ്പോൾ എടുക്കാച്ചരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു വളരെ ആദർശാത്മകമായ ഒരു മൂല്യബോധം രാഷ്ട്രീയത്തിലുണ്ടാവണം. ജനാധിപത്യ പ്രക്രിയ സുതാര്യമാകണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നൈതികമായ, ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ടിൻ്റെ പ്രശ്നം വന്നല്ലോ, 2 കോടി രൂപയുടെ പ്രശ്നം വന്നു. ഞങ്ങളത് ചർച്ച ചെയ്തിട്ട് എന്താ ചെയ്തത്? അത് തിരിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത്. ആ ഒരു ഇച്ഛാശക്തി അത് ഞങ്ങൾക്ക് നൽകുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ ധാർമ്മിക ബോധം. ആ ധാർമ്മിക ബോധം ഞങ്ങൾക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നോ? വൻകിട പണക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യം സംരക്ഷിക്കാനല്ല, ഞങ്ങളുടെ പാർട്ടി ഈ രാജ്യത്തെ പാവങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ, ജനങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ അവരുടെ പ്രസ്ഥാനത്തിന് പണം സമാഹരിക്കാൻ കഴിയും. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ഒരു ചരിത്രബോധമാണ്. ആ അനിവാര്യമായ ചരിത്രബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇലക്ടറൽ ബോർഡിൽ നിന്ന് പണം വാങ്ങിക്കുന്നത് മാത്രമല്ല, നാളെ BJPയിലേക്ക് പോകാൻ
ഒരു മടിയുമില്ല. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായിട്ടും BJPക്കെതിരായിട്ടുള്ള ഒരു ദൃഢീകൃത നിലപാടുമില്ലാത്ത, എപ്പോഴും അങ്ങോട്ടേക്ക് ചാടാം, അവരുമായി സമരസപ്പെടാം, ആ രീതിയിൽ ചാഞ്ചാടി കളിക്കുന്ന അവസരവാദപരമായ നിലപാടാണ് മല്ലികാർജുന ഖാർഗെ മുതൽ കേരളത്തിലെ VD സതീശൻ വരെ BJP നയങ്ങൾക്കെതിരായിട്ട് സ്വീകരിക്കുന്നത് എന്ന് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഈ ഇലക്ട്രൽ ബോണ്ടും CAA ആയിട്ട് ബന്ധമുണ്ട്. ഇലക്ട്രൽ ബോണ്ടും 370-ാം വകുപ്പ് എടുത്തുകളയുന്നതുമായിട്ട് ബന്ധമുണ്ട്. ഇലക്ട്രൽ ബോണ്ടും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ NIA UAPA നിയമ ഭേദഗതിയായിട്ട് ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഈ വേദാന്ത ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്കെതിരായിട്ട് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ വലിയ രീതിയിലുള്ള ഖനന പദ്ധതികൾ അവർ ഏറ്റെടുത്തപ്പോൾ, തദ്ദേശവാസികളായ ആദിവാസികളെ പുറന്തള്ളുമ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രതിരോധം വന്നപ്പോൾ പല സംസ്ഥാന ഗവൺമെന്റുകളിലും കോൺഗ്രസ് സർക്കാർ സംസ്ഥാന ഗവൺമെന്റുകളും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മടി കാണിച്ചു. അങ്ങനെ മടി കാണിച്ച സന്ദർഭത്തിലാണ് NIAക്ക് നേരിട്ട് ഈ സംസ്ഥാനങ്ങൾ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ UPA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതിയെ BJPക്കാർക്കൊപ്പം രാജ്യസഭയിലും ലോകസഭയിലും കൈവക്കി പാസാക്കിയവരാണ്. ശ്രീ KT കുഞ്ഞുങ്ങൾ, സമയം പരിമിതി മൂലം ഇടപെടുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ വലിയ തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് വിഷയം എന്ന് പറയുന്നതിൽ കേവലം കോടതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നമുണ്ട്. തൊടിന്യായങ്ങൾ കൊണ്ട്, കേവല യുക്തികൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം എന്നതാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സമയപരിമിതി വരെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുന്നു.